പഴയ വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നതിനു മുമ്പ് അല്പം ചിന്തിക്കുക. ക്ഷേത്രം പ്രകൃതിയിലെ നിശ്ചലമായ ഊർജത്തെ ചലനാത്മകമാക്കി ചുറ്റും പ്രസരിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിലേക്ക് അത് പ്രവഹിക്കുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന പമ്പാ ഗണപതി തുണയാകണം. ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന പമ്പാ ഗണപതി തുണയാകണം. അമ്പിളി മോദക പൗർണമി വിടർത്തും നിൻ തുമ്പിക്കൈ അടിയനു വഴി കാട്ടണം. അമ്പിളി മോദക പൗർണമി വിടർത്തും നിൻ തുമ്പിക്കൈ അടിയനു വഴി കാട്ടണം. തുമ്പിക്കൈ അടിയനു വഴി കാട്ടണം. ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന പമ്പാകണം. ഇത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം. ഇരുമുടിയുമേന്തി ശരണം വിളിച്ച് പന്തളം വഴി ശബരിമലയ്ക്ക് പുറപ്പെടുന്ന ഓരോ അയ്യപ്പ ഭക്തനും ഇവിടെ സന്ദർശിച്ചതിനു ശേഷം മാത്രമേ തന്റെ യാത്ര തുടരാറുള്ളൂ. അത്രമാത്രം പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിന് അയ്യപ്പന്റെ ഐതിഹ്യത്തിലുള്ളത്. പന്തളം കൊട്ടാര സമുച്ചയങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ അയ്യപ്പനാണ് പ്രതിഷ്ഠ. അതല്ല സാളഗ്രാമമാണെന്ന മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് മണികണ്ഠൻ അന്തർധാനം ചെയ്ത് ശബരിമലയിൽ കുടിയിരുന്നതിനു ശേഷം പിതാവായ രാജശേഖര രാജാവ് ദുഃഖപീഡിതനായി. ഈ ദുഃഖത്തിൽ നിന്നും കരകയറുന്നതിനായി രാജാവ് തന്റെ കൊട്ടാര സമുച്ചയത്തിൽ തന്നെ ശാസ്താവിനെ കുടിയിരുത്തി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ആദ്യകാലത്ത് ഇവിടം രാജാവിന്റെ തേവാരപ്പുരയായിരുന്നുവെന്നും പിന്നീടാണ് ക്ഷേത്രം ഉയർന്നതെന്നും വിശ്വസിക്കുന്നു. അപ്പവും അരവണയുമാണ് ഇവിടുത്തെ മുഖ്യപ്രസാദം. ചിന്താമണിയായി ചിത്രഭ മുഴക്കുന്ന പമ്പാ ഗണപതി തുണയാകണം. ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭരണാവകാശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. പടിപൂജ സ്വാമി തൻ തൃക്കാലടി പൂജ. പടിപൂജ സ്വാമി തൻ തൃക്കാലടി പൂജ. 18 പടി കയറുമ്പോൾ പന്തളദാസനു മമ പൂജ. 18 പടി കയറുമ്പോൾ പന്തളദാസനു മമ പൂജ. പടിപൂജ സ്വാമി തൻ തൃക്കാലടി പൂജ. കർപ്പൂരമൊഴിയുന്ന മേഘങ്ങളെല്ലാം കണ്ണീരിലാറാടി കൈകൂപ്പിടുമ്പോൾ. കർപ്പൂരമൊഴിയുന്ന മേഘങ്ങളെല്ലാം കണ്ണീരിലാറാടി കൈകൂപ്പിടുമ്പോൾ.
തൃക്കാൽക്കലി ബ്രഹ്മം ഇറക്കി വയ്ക്കുന്നു. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കൊട്ടാരമാണ് സ്രാമ്പിക്കൽ കൊട്ടാരം. ഇവിടെയാണ് തിരുവാഭരണം ഭക്തജനങ്ങൾക്കായി ദർശനത്തിന് വച്ചിരിക്കുന്നത്. ഇരുമുടിയുമേന്തി ശരണം വിളിച്ചെത്തുന്ന നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ നിത്യേന ഇവിടെ ദർശനത്തിന് വച്ചിരിക്കുന്ന തിരുവാഭരണം ദർശിച്ച് തൊഴുതു മടങ്ങുന്നു. ഭഗവാന്റെ തിരുവാഭരണം ദർശിച്ച് സായുജ്യമടയുവാനുള്ള ഒരു അസുലഭ ഭാഗ്യമാണ് ഭക്തർക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. 3 പെട്ടികളിലായാണ് ഇവിടെ തിരുവാഭരണവും അനുബന്ധ പൂജാ സാമഗ്രികളും സൂക്ഷിക്കുന്നത്. ഇതിലൊന്നാമത്തെ പെട്ടിയാണ് തിരുവാഭരണ പെട്ടി. ഇതിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണം, പ്രഭാമണ്ഡലം, വലിയ ചുരിക, ചെറിയ ചുരിക, ആന, കടുവ എന്നിവയുടെ ശില്പങ്ങൾ, വെള്ളി കെട്ടിയ വലംപിരി ശംഖ്, ലക്ഷ്മി രൂപം, പൂത്തട്ടം, നവരത്ന മോതിരം, ശരപ്പൊളിമാല, വിളക്കുമാല, മണിമാല, എരിക്കുംപൂമാല, കാഞ്ചമ്പരം എന്നിവയാണ് തിരുവാഭരണ പെട്ടിയിൽ അടങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ പെട്ടിയാണ് അഭിഷേകക്കുടം പെട്ടി. ഇതിൽ ഭഗവാന് അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തങ്കക്കുടമാണ് ഉണ്ടാകുക. മൂന്നാമത്തെ പെട്ടിയാണ് കൊടിപ്പെട്ടി. നെറ്റിപ്പട്ടം, ജീവത തുടങ്ങിയവയാണ് ഇതിലുണ്ടാകുക. അല്ലൽ തീർത്ഥഭയമേകി മോക്ഷസുഖമടിയനേകണേ അയ്യപ്പ. ആഴിയിലെരിയുന്ന ജന്മങ്ങളെല്ലാം ആനന്ദ ചിന്മയ പ്രഭ പുൽകിടുന്നു. ആഴിയിലെരിയുന്ന ജന്മങ്ങളെല്ലാം ആനന്ദ ചിന്മയ പ്രഭ. ഇതിനോടൊപ്പം തിരുവാഭരണത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പന്തളം രാജപ്രതിനിധിക്ക് സഞ്ചരിക്കാൻ പല്ലക്കുമുണ്ടാകും. തിരുവാഭരണം കണ്ടു തൊഴുന്നത് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയായാണ് ഭക്തജനങ്ങൾ കണ്ടുവരുന്നത്. ചേർന്നലിയുന്നു നീ വരം നൽകുന്നു ആത്മാക്കളെല്ലാം പടിപൂജ. ഇരുമുടിക്കെട്ടില്ലാതെ ആർക്കും സന്നിധാനത്തിൽ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമല്ല. എന്നാൽ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തുവാൻ ഒരേ ഒരാൾക്കേ അനുവാദമുള്ളൂ. അത് പന്തളം രാജാവിനാണ്. മകരവിളക്ക് കഴിയുന്നതുവരെ പന്തളം രാജാവ് അയ്യപ്പ സന്നിധാനത്തിൽ എത്തില്ല. മകരവിളക്ക് കഴിഞ്ഞ് 3-ാം നാൾ മകരം 3-ന് പന്തളം രാജാവ് ശരംകുത്തി ആലിന് സമീപമെത്തും. അവിടെ വച്ച് തമ്പുരാനെ അധികാരികൾ പൂർണ്ണകുംഭവുമായി സ്വീകരിക്കും. ഈ വിധം സന്നിധാനത്തെത്തുന്ന തമ്പുരാനെ മേൽശാന്തി കാൽ കഴുകിച്ച് കയ്യിൽ നാളികേരം നൽകും. തമ്പുരാൻ നാളികേരമുടച്ച് 18-ാം പടി കയറി അയ്യപ്പനെ ദർശിക്കും. മാളികപ്പുറം ക്ഷേത്രത്തിൽ നടക്കുന്ന ഗുരുതി ചടങ്ങുകൾ വരെ പന്തളം രാജാവ് സന്നിധാനത്തിൽ തങ്ങും. മകരം 4-ന് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് കളഭാഭിഷേകം നടക്കും. മകരം 6-ന് മാളികപ്പുറത്ത് നടക്കുന്ന ഗുരുതിക്ക് ശേഷം തമ്പുരാൻ ശാസ്താസന്നിധിയിൽ രാത്രി വരെ തങ്ങും. ആ സമയത്ത് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കുകയില്ല. മകരം 7-ന് തമ്പുരാൻ മണികണ്ഠസ്വാമിയെ ഏകാന്ത ദർശനം നടത്തും. തന്ത്രിയും മേൽശാന്തിയും ഒഴിച്ച് മറ്റാരും തന്നെ ആ സമയത്തുണ്ടാവില്ല. തമ്പുരാന്റെ ഈ ദർശനത്തിന് ശേഷം വിഗ്രഹത്തിൽ നിന്നും തമ്പുരാനോട് അനുവാദം ചോദിച്ച് തിരുവാഭരണം എടുത്തുമാറ്റും. തുടർന്ന് മേൽശാന്തി നടയടയ്ക്കും. നടക്കൽ വച്ച് താക്കോൽ മേൽശാന്തി തമ്പുരാനെ ഏൽപ്പിക്കുകയും തമ്പുരാൻ താക്കോൽ കൂട്ടം സ്വീകരിക്കുകയും ചെയ്യും. തുടർന്ന് മേൽശാന്തി ഈ വർഷത്തെ ചെലവ് കഴിച്ച് ബാക്കിയുള്ള തുക എന്ന് പറഞ്ഞ് തമ്പുരാന് ഒരു പണക്കിഴി സമ്മാനിക്കും. തുടർന്ന് തമ്പുരാൻ താക്കോൽ കൂട്ടം ദേവസ്വം മാനേജരെ ഏൽപ്പിക്കും. അതിനുശേഷം തമ്പുരാൻ തിരുവാഭരണവുമായി പന്തളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും.